വിമാന അപകടം എന്നതുപോലെ തന്നെ നമുക്ക് വലിയ സങ്കടം ഉണ്ടാക്കിയതാണ്. ആ സമയത്ത് ആ ബിജെ മെഡിക്കൽ കോളേജിൻ്റെ ഡോക്ടേഴ്സിൻ്റെ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ ഹോസ്റ്റലിലേക്കാണ് ആ വിമാനം അതിൻ്റെ ഒരു ഭാഗം വന്ന് തകർന്ന് ഇറങ്ങിക്കിടക്കുന്നത്. ആ സമയത്ത് ഈ ജൂനിയർ ഡോക്ടേഴ്സൊക്കെ അവരുടെ ഉച്ചഭക്ഷണ സമയമായിരുന്നു. അവരുടെ മെസ് ഹാളിലൊക്കെ നിരവധി ആളുകൾ, ജൂനിയർ ഡോക്ടർമാരും വിദ്യാർത്ഥികളുമൊക്കെ ഭക്ഷണം കഴിക്കാൻ ആ സമയത്ത് അവിടെ എത്തി. അവരുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുന്നതിനിടയിലേക്കാണ് ഈ വിമാനം തകർന്നു വീണത്. അത് ഒരു നോവായി മാറുകയാണ് അവിടുത്തെ കാഴ്ചകൾ. നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടിരുന്നു, പലരും ഈ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടുകയും വലിയ ഉയരത്തിൽ നിന്ന് എങ്ങനെയൊക്കെയോ താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ പിന്നീട് വന്നിരുന്നു. ഒരു ഘട്ടത്തിൽ കേട്ടത് 5 ഡോക്ടേഴ്സ് അവിടുത്തെ മരിച്ചു എന്ന്, പിന്നീട് പറയുന്നു 3 മരണം, 60ഓളം പേർക്ക് പരിക്ക്, ചിലരെ കാണാനില്ല എന്നൊക്കെ പറയുന്നു. ആ ഹോസ്റ്റലിലെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അത് ഏതാണ്ട് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് അതിൻ്റെ പല ഭാഗങ്ങളിലും. എന്താണ് ശ്രീനാഥ് അവിടുത്തെ അവസ്ഥ? ഈ എത്ര ആളുകൾക്ക് ജീവൻ നഷ്ടമായി, എത്ര പേർക്ക് പരിക്കേറ്റു? അതിൻ്റെ എന്തെങ്കിലും വിവരങ്ങൾ ശ്രീനാഥിന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ജൂനിയർ ഡോക്ടർമാരുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. വിജയകുമാർ, ആ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഈ ജൂനിയർ ഡോക്ടർമാരാണ് പലരും ഇപ്പോൾ ചികിത്സയിലുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. വിമാനത്തിനുള്ളിൽ യാത്ര ചെയ്ത ആരെങ്കിലും ഇപ്പോൾ ചികിത്സയിലുള്ളതായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. പോലീസുമായി ബന്ധപ്പെടുമ്പോഴും ആരും ഇനി രക്ഷപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഒരാൾ രക്ഷപ്പെട്ടു, അയാൾ എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങി സ്വയം ആംബുലൻസിലേക്ക് നടന്നു നീങ്ങിയതാണ്. മറ്റാരെയെങ്കിലും ജീവനോടെ പരിക്കുകളോടെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരും വിമാനത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെ ചികിത്സയിലുള്ളതിൽ ഭൂരിഭാഗവും, അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഈ ഹോസ്റ്റലിലും മറ്റും താമസിച്ച ആളുകൾ തന്നെയാണ്. ആദ്യം പ്രധാനപ്പെട്ട ഒരു ഹോസ്റ്റൽ, നേരത്തെ വിജയകുമാർ പറഞ്ഞ കുട്ടികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് വന്ന് പതിച്ചത്, അത് ആദ്യത്തെ ഹോസ്റ്റൽ. പിന്നീട് 2, 3, 4 ഉണ്ട്. അതിൽ ആ കെട്ടിടങ്ങളിൽ ചിലത് ഹോസ്റ്റലാണ്, ചിലത് ഡോക്ടർമാരുടെയും മറ്റും താമസ സ്ഥലങ്ങളാണ്. ആ മേഖലയിലേക്ക് വിമാനം ഇടിച്ചിറങ്ങുന്നു. അതിനിടയിൽ ഈ അപകടത്തിൽ പെട്ടുപോയ ആളുകളിലാണ് 3 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഗുജറാത്തി മാധ്യമങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ അവർക്ക് ലോക്കലായി പ്രാദേശികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 5 പേരെങ്കിലും മരിച്ചിട്ടുണ്ട് ഈ ഡോക്ടർമാർ എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ചിലരെങ്കിലും പരിക്കുകളോടെ ആശുപത്രിയിലുമുണ്ട്. അതെത്ര എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ആശുപത്രിയിൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം സന്ദർശനം നടത്തിയതുകൊണ്ട് ആ ഇടത്ത് കനത്ത സുരക്ഷാ വലയമാണ്. അതുകൊണ്ട് അവിടെ അകത്ത് ചെന്ന് വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് ഈ ഘട്ടത്തിൽ പരിമിതി ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ദുരന്ത ഭൂമിയിലേക്ക് ഇപ്പോൾ എംബസി ഉദ്യോഗസ്ഥർ, ഇത് ഏത് രാജ്യത്തിൻ്റെയാണ് എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും എംബസി ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവർ ഈ ദുരന്ത ഭൂമിയിൽ പരിശോധന നേരിട്ടെത്തി വിവരങ്ങൾ തേടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഈ കാര്യത്തിൽ അന്വേഷണത്തിലടക്കം അവരുടെ ഒരു പങ്ക് ഉണ്ടാകും എന്നത് അറിയിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ഒരു ലോക ദുരന്തമായി തന്നെയാണ് ഈ തരത്തിലുള്ള ഒരു വലിയ വിമാന ദുരന്തത്തെ പലപ്പോഴും കാണാറുള്ളത്. അത് തന്നെ ഈ കാര്യത്തിലും സംഭവിക്കുന്നു. അന്വേഷണത്തിലടക്കം അമേരിക്കയുടെ ഒരു പിന്തുണ കൂടി ഉണ്ടാകും എന്നത് നമ്മൾ അറിയുന്നു. ആ തരത്തിൽ ലോകരാജ്യങ്ങൾ കൂടി ഒറ്റുനോക്കുകയാണ്. എംബസി ഉദ്യോഗസ്ഥർ കൂടി ഇവിടെ എത്തി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നതാണ് നമ്മൾ അറിയുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ദുരന്തഭൂമിയിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തെരച്ചിലോ മറ്റോ നടക്കുന്നില്ല. ഇനി ആരെങ്കിലും കണ്ടെത്താനുണ്ടാകില്ല എന്നത് തന്നെയാണ്. കാരണം അത്രയധികം JCBകളും മറ്റും എത്തിച്ച്, മണ്ണുമാന്ത്രി യന്ത്രങ്ങളും മറ്റും എത്തിച്ച് തീ അണച്ചതിന് ശേഷം വലിയൊരു തെരച്ചിൽ അവിടെ നടത്തിയിട്ടുണ്ട്. അവിടെ ഈ പോലീസുണ്ട്, NDRF ഉണ്ട്, ആർമിയുടെ സൈന്യത്തിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ ഈ വിവിധ സേനാ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു ദൗത്യമാണ്. ആ ദൗത്യം ഏതാണ്ട് ഇപ്പോൾ പൂർത്തിയായിട്ടുമുണ്ട്. അതിനുശേഷമാണ് നമുക്ക് അകത്തേക്ക് ചെല്ലാനും ഈ ദുരന്ത ഭൂമിയിൽ നേരിട്ട് അതിനകത്ത് ചെന്ന് ദൃശ്യങ്ങൾ പകർത്താനും ഒക്കെയുള്ള ഒരു അനുമതി കിട്ടുകയും ചെയ്തത്. അതിനുശേഷമാണ് പിന്നീട് ഇപ്പോൾ ആളുകളേക്ക് ആ മേഖലയിൽ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ബൃഹത്തായ ഒരു തെരച്ചിൽ അവിടെ നടന്നു. അതിനുശേഷം ഇനിയിപ്പോൾ കാര്യമായി അവിടെ ഒന്നും ചെയ്യാനുണ്ടാകില്ല എന്നൊരു നിഗമനത്തിലേക്കും എത്തുന്നു. ഇനി മരിച്ച ആളുകളുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് സിവിൽ ആശുപത്രിയിൽ. കാരണം ഇത്ര അധികം ആളുകളുടെ മരണം സംഭവിക്കുമ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് ഇത്ര വലിയൊരു സജ്ജീകരണം ഉണ്ടാക്കേണ്ടി വരും. അതിനുള്ള ശ്രമത്തിലാണ് സിവിൽ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ തന്നെ. കാരണം ഇവിടെ നിന്ന് അധിക ദൂരമില്ല. സിവിൽ ആശുപത്രിയിലേക്ക് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ സിവിൽ ആശുപത്രി വരുന്നത്. അവിടേക്കാണ് ഈ മരിച്ച ആളുകളൊക്കെ വളരെ വേഗത്തിൽ മൃതദേഹങ്ങളൊക്കെ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. പരിക്കേറ്റ ആളുകളും അവിടെ തന്നെയാണ് പ്രാഥമികമായി ചികിത്സ തേടുന്നത്. അഹമ്മദാബാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ആശുപത്രിയും ഈ സിവിൽ ആശുപത്രിയാണ്. പേര് സിവിൽ ആശുപത്രി എന്നതാണെങ്കിലും ഇവിടുത്തെ ഒരു മെഡിക്കൽ കോളേജ് തന്നെയാണ് ഇത്. പ്രധാനപ്പെട്ട ചികിത്സാ കേന്ദ്രം. അവിടെയാണ് ഇപ്പോൾ ഈ ചികിത്സയും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടി
നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നത്. ബന്ധുക്കൾക്കടക്കം ഇവിടേക്ക് എത്താനുള്ള സജ്ജീകരണങ്ങൾ കൂടി എയർലൈൻ്റെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യ ദില്ലിയിൽ നിന്നും മുംബൈയിൽ നിന്നുമൊക്കെ പ്രത്യേക സർവീസ് നടത്തുന്നത് അതിന് വേണ്ടി കൂടിയാണ്. ഒപ്പം തന്നെ റെയിൽവേ അടക്കം ആ തരത്തിൽ പ്രത്യേക സർവീസുകൾ നടത്തി ബന്ധുക്കൾക്കും മറ്റും എത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം തന്നെ ചില മൃതദേഹങ്ങളെങ്കിലും DNA പരിശോധന കൂടി നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും തിരിച്ചറിയുകയും ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്യേണ്ടി വരിക. അതിനുള്ള നടപടിക്രമങ്ങൾ കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ 2-3 ദിവസം കൂടി ആ നടപടിക്രമങ്ങൾ ആ മൃതദേഹങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ മലയാളിയായ പത്തനംതിട്ടക്കാരിയുടെ കാര്യത്തിൽ മൃതദേഹം എപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അഹമ്മദാബാദിലെ കേരള സമാജമടക്കം ഈ കാര്യത്തിൽ ഇടപെട്ട് നേരിട്ട്